അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന 5 പാഠങ്ങളെക്കുറിച്ചാണ്. നമ്മളൊക്കെ ഖുർആൻ വായിക്കുന്നവരാണ് അല്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മൾ ഖുർആൻ വായിക്കുന്നുണ്ട്, ആയത്തുകൾ ഓതുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലവും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നുണ്ടോ? ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് വെറുതെ വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകമല്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, വിഷമം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ എങ്ങനെ പ്രതികരിക്കണം, ദുആ വൈകുമ്പോൾ എന്ത് ചിന്തിക്കണം, പാപം ചെയ്തു പോയാൽ എങ്ങനെ തിരിച്ചു വരണം, ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആയത്ത് വായിക്കും, അർത്ഥം മനസ്സിലാക്കും, പിന്നെ അടുത്ത ആയത്തിലേക്ക് പോകും. ആ ആയത്ത് എൻ്റെ ജീവിതത്തിൽ എന്താണ് പറയുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഖുർആനിലെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് കേൾക്കുമ്പോൾ വളരെ സാധാരണമായൊരു കാര്യമാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നാളെ എന്താകും, നമ്മുടെ മക്കളുടെ ഭാവി എങ്ങനെയാകും, എൻ്റെ സാമ്പത്തിക സ്ഥിതി എപ്പോഴാണ് ശരിയാകുന്നത്, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുമോ, ഈ ബന്ധം ശരിയാകുമോ, ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം പോലും നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നില്ല. പക്ഷേ ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നിന്റെ ജോലി ശ്രമിക്കുകയാണ്, ഫലം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്ര ശ്രമിക്കണം, ദുആ ചെയ്യണം, ശരിയായ വഴി തിരഞ്ഞെടുക്കുകയും വേണം. പക്ഷേ അതിനുശേഷം യാ അള്ളാഹ്, ഞാൻ എനിക്ക് കഴിയുന്നത് ചെയ്തു, ഇനി ഇത് നിൻ്റെ കയ്യിലാണ് എന്ന് തവക്കുൽ ചെയ്യാൻ പഠിക്കണം. ഇതാണ് യഥാർത്ഥ തവക്കുൽ. എല്ലാം ഉപേക്ഷിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നല്ല തവക്കുൽ. ശ്രമിക്കാതെ അള്ളാഹു നോക്കിക്കോളും എന്ന് പറയുന്നതുമല്ല. ശ്രമിച്ചിട്ട് ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ തവക്കുൽ. ഇത് ശരിക്കും നമുക്ക് മനസ്സിലായാൽ ജീവിതത്തിലെ ഒരുപാട് ടെൻഷൻ കുറയും. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിന് പിന്നാലെ ഓടുകയാണ്, ഇത് എൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കണം എന്നുള്ള കാര്യത്തിന്. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ ഇഷ്ടം പോലെ നടക്കില്ലല്ലോ. അവിടെയാണ് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ പഠിക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ എല്ലാം തീർന്നു എന്ന് കരുതരുത്. നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന്. സത്യത്തിൽ നമ്മളൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ബന്ധങ്ങൾ തകരുമ്പോൾ, ചിലപ്പോൾ പണം നഷ്ടപ്പെടുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോകുമ്പോൾ, ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച ഒരാൾ തന്നെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് തോന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നും ശരിയാകില്ല എന്ന്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ പ്രശ്നം മാത്രമാണ്. അള്ളാഹു കാണുന്നത് നമ്മുടെ മുഴുവൻ ജീവിതമാണ്. നമുക്ക് ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് നാളെ നമ്മളെ എവിടെ എത്തിക്കും എന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് ചില പ്രയാസങ്ങളുടെ അർത്ഥം നമുക്ക് ആ സമയത്ത് മനസ്സിലാകണമെന്നില്ല. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. അന്നത് സംഭവിച്ചത് നന്നായി എന്ന് പിന്നീട് നമ്മൾ പറയും. അതുകൊണ്ട് ഒരു പരീക്ഷണം വന്നാൽ ഉടനെ അള്ളാഹു എന്നെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അള്ളാഹു എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ അള്ളാഹു നമ്മളെ എന്തോ പഠിപ്പിക്കുകയായിരിക്കും. ഒരുപക്ഷെ നമ്മളെ ഒരു വലിയ കാര്യത്തിനായി തയ്യാറാക്കുകയായിരിക്കും. ഒരുപക്ഷെ നമ്മൾ പോകാൻ പാടില്ലാത്ത ഒരു വഴിയിൽ നിന്ന് മാറ്റുകയായിരിക്കും. നമുക്കറിയില്ല, പക്ഷേ അള്ളാഹുവിനറിയാം. അതാണ് വിശ്വാസം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ചെറുതായിട്ട് തോന്നാറുണ്ടോ? ഒരാൾ പുതിയ വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരാൾ പുതിയൊരു കാറ് വാങ്ങുന്നു, അതും അല്ലെങ്കിൽ ഒരാൾ ബിസിനസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ ഒരാളൊരു ട്രിപ്പ് പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു വിവരം കാണുന്നു, അല്ലെങ്കിൽ മറ്റ് കുടുംബജീവിതങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ നല്ലതായി കാണുമ്പോൾ പിന്നെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കും. എനിക്കെന്താണുള്ളത്? ഇവിടെയാണ് മൂന്നാമത്തെ പാഠത്തിൻ്റെ പ്രാധാന്യം. മറ്റുള്ളവരുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യരുത്.
അള്ളാഹു എല്ലാവർക്കും ഒരേ ജീവിതമല്ല തന്നിരിക്കുന്നത്. ഒരാൾക്കുള്ളത് മറ്റൊരാൾക്കില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം മറ്റൊരാളുടെ ജീവിതം നന്നാണ്, എൻ്റെ ജീവിതം മോശമാണ് എന്നല്ല. നമ്മൾ പലപ്പോഴും മറ്റൊരാളുടെ അനുഗ്രഹം കാണും, പക്ഷേ സ്വന്തം അനുഗ്രഹങ്ങൾ കാണില്ല. നിനക്ക് ഇന്ന് ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് കുടുംബമുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഇന്ന് സുജൂദിൽ വീഴാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിഷമിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി പറയണം, അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളത് എത്രയോ കൂടുതലാണ് എന്ന്. ഇനി നാലാമത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ നമസ്കരിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, ദിക്ർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? വീട്ടിലുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മളെക്കാൾ ബലഹീനരായ ഒരാളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെയാണ് ഖുർആൻ നമ്മളെ പരിശോധിക്കുന്നത്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് നമസ്കാരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, നമ്മുടെ സ്വഭാവത്തിലും അത് കാണണം. ഖുർആൻ വായിച്ചിട്ട് നാവിന് നിയന്ത്രണമില്ലെങ്കിൽ, ദിക്ർ ചെയ്തിട്ട് മറ്റുള്ളവരെ അപമാനിക്കുന്നുണ്ടെങ്കിൽ, നമസ്കരിച്ചിട്ട് വീട്ടുകാരോട് അനീതിയായി പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് നിർത്തി ചിന്തിക്കണം. ഞാൻ ചെയ്യുന്ന ഇബാദത്ത് എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. ഈ ചോദ്യം നമ്മൾ ഇടയ്ക്കൊക്കെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കാം. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഏറ്റവും ആവശ്യമായതാണിത്. അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന് ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മളിൽ പലരും പാപം ചെയ്തിട്ട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നവരാണ്. ഞാൻ ഇത്രയും തെറ്റ് ചെയ്തു, ഞാൻ എത്ര തവണ തൗബ ചെയ്തു, ഇനി അള്ളാഹു എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒന്ന് നോക്കൂ, നമ്മൾ തെറ്റ് ചെയ്തതിന് ശേഷം അള്ളാഹുവിൽ നിന്ന് അകന്നു പോകണമെന്നല്ല ഖുർആൻ പറയുന്നത്, തിരിച്ചു വരാനാണ് പറയുന്നത്. നിങ്ങൾ വീണോ, എഴുന്നേൽക്കൂ. വീണ്ടും വീണോ, വീണ്ടും എഴുന്നേൽക്കൂ. വീണ്ടും തെറ്റ് സംഭവിച്ചോ, വീണ്ടും തൗബ ചെയ്യൂ. ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് ചിന്തിക്കരുത്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ വൈകിയിട്ടില്ല. ഇന്ന് നമസ്കാരം നഷ്ടപ്പെട്ടു പോയോ? അടുത്ത നമസ്കാരത്തിൽ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. ഖുർആൻ പാരായണം നിർത്തിയോ? ഇന്ന് ഒരായത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാം. ദിക്ർ കുറഞ്ഞു പോയോ? ഇപ്പോൾ തന്നെ തുടങ്ങാം. അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരു പ്രത്യേക ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ മടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കാം. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല, അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. പ്രയാസം വന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. മറ്റുള്ളവരുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യരുത്. ഖുർആൻ വായിക്കുന്നതിനൊപ്പം നമ്മുടെ സ്വഭാവത്തിലും മാറ്റം വരുത്തുക. എത്ര തവണ പാപം ചെയ്താലും അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക. സത്യത്തിൽ ഖുർആൻ നമ്മുടെ കയ്യിലുള്ള ഒരു പുസ്തകമായി മാത്രം നിന്നാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. നമ്മുടെ തീരുമാനങ്ങളിലും സംസാരത്തിലും ബന്ധങ്ങളിലും പ്രയാസങ്ങൾ കാണുന്ന രീതിയിലും എല്ലാം നമ്മൾ അള്ളാഹുവിനെ കാണുന്ന രീതിയിൽ എല്ലാം വരണം. അപ്പോഴാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തെ മാറ്റിത്തുടങ്ങുന്നത്. അള്ളാഹു നമ്മളെ ഖുർആൻ വായിക്കുന്നവരായി മാത്രം മാറ്റാതെ ഖുർആൻ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരായി മാറ്റട്ടെ. നിങ്ങൾ മതപരമായി ഒന്ന് മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ പല വിഷയത്തിലുള്ള മതപരമായ വാട്സപ്പ് ഗ്രൂപ്പ് കോച്ചിങ്ങുകൾ നടത്താറുണ്ട്. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലുള്ള നമ്പറിൽ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചാൽ മതിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്.